ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിനെ, രവീന്ദ്രനെ, ശ്രുതിനെയും ചന്ദ്രനെയൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതും ആ ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത്, വേറെ ഒന്നുമല്ല. ഇവര് വഴക്കുണ്ടാക്കിയല്ലോ, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിയുടെ ദേഹത്ത് സച്ചിയുടെ കൈ അറിയാതെ അങ്ങോട്ടൊക്കെ ഒന്ന് കൊണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ പറഞ്ഞു, അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ ഏതാണെങ്കിലും നിന്റെ ഇവിടെ കയറി വന്ന മരുമകളാണ്, അപ്പം അത് നീ ചെയ്യാൻ പാടില്ലായിരുന്നു, നീ മാപ്പ് പറയണമെന്ന് പറഞ്ഞു. സച്ചി വേറെ ഒന്നും നോക്കിയില്ല, എണീറ്റ് നിന്നു. ഇപ്പോൾ സച്ചിക്ക് ഏറ്റവും വലുത് രവീന്ദ്രൻ്റെ ആ ഒരു അവസ്ഥ തന്നെയാണ്. രവീന്ദ്രനെ ഇനിയിപ്പം ആ ഒരു എന്താ പറയുക, വേറൊരു അസുഖം ഉണ്ടാകാതെ നോക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് നമ്മുടെ രവീന്ദ്രനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി അതങ്ങ് അംഗീകരിച്ചു കൊടുക്കാറുണ്ട്. സച്ചി എണീറ്റിട്ട് ശ്രുതിയോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തോ ചെയ്തു, എനിക്ക് മനസ്സിലായി, അറിയാതെയാണ് എൻ്റെ കൈ കൊണ്ടതെങ്കിലും എനിക്ക് മനസ്സിലായി, അത് എന്തെങ്കിലും വിഷമം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഏതായാലും തെറ്റു മനസ്സിലായല്ലോ. അതല്ല പിന്നെ എൻ്റെ ദേഹത്ത് അറിയാതെയാണ് കൈ കൊണ്ടത്, പക്ഷെ സുധീനെ എപ്പോഴും തല്ലുന്നത് അറിയാതെ അല്ലല്ലോ. സുധീനെ ഏത് നേരം ചെണ്ട പോലെയല്ലേ സച്ചി നീട്ട് കൊട്ടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സച്ചി ഒന്നും മിണ്ടിയില്ല കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞു, എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ സച്ചി നിന്നോടൊരു കാര്യം പറയാനുള്ളൂ. ഇപ്പം നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സുധിയോട് മാപ്പ് പറയണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ സുധിയോടും ഇനി അങ്ങനെയൊന്നും നീ പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഏതായാലും അവൻ മാപ്പ് പറഞ്ഞല്ലോ, ഇനി അത് മതി എന്നും ചന്ദ്ര പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും ഒരു ചെറിയ ആശ്വാസമായി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിക്കും ചെറിയൊരു ആശ്വാസമായി. സച്ചിയുടെ മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും നമ്മുടെ രവീന്ദ്രനെ വേദനിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്ത് തന്നെയാണ് രവീന്ദ്രൻ പറയാതിരുന്നത്. അല്ല, രവീന്ദ്രൻ്റെ മനസ്സ് വിഷമിപ്പിക്കില്ലല്ലോ എന്നോർത്താണ് നമ്മുടെ സച്ചി എതിരൊന്നും പറയാതിരുന്നത്. അങ്ങനെ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധിയാണെങ്കിൽ പെട്ടെന്ന് രവീന്ദ്രനോട് പറയുകയാണ്, അച്ഛൻ ഇനി സൂക്ഷിക്കണം, ഇനി ഒറ്റാക്കും കൂടെ വന്നാൽ അച്ഛന് താങ്ങാൻ പറ്റില്ലെന്ന്. ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ. അപ്പൊ സച്ചി പറഞ്ഞു, നിന്റെ കരുനാക്കെടുത്ത് വളയ്ക്കാതെ, നിന്റെ നാക്കിന്ന് നല്ലതൊന്നും വരത്തില്ലേ. എടാ, ഞാൻ കെയർഫുൾ ആയിരിക്കണം എന്നാ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല, ഒന്നുമല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയതല്ലേ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, നിനക്ക് എപ്പോഴും കാശ് അത് മാത്രമേ നിനക്കുള്ളൂ, ഇപ്പോഴാണോ കാശിന്റെ വിഷയം പറയേണ്ടത്? അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല, ബുദ്ധി വേണോടാ, ബുദ്ധി, വിവരമില്ല, ബുദ്ധിയില്ല, പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ ഇങ്ങോട്ടേക്ക് വന്നേ, നിന്നോട് ഞാനോട് കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ സച്ചി ചോദിച്ചു, എന്താ അച്ഛാ? അല്ല, ഹോസ്പിറ്റലില് വലിയൊരു തുക ചെലവായി കാണുമല്ലോ, അതിന് മോൻ എവിടെന്നാ കാശ് കിട്ടിയത്? ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. സച്ചിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ സച്ചി മിണ്ടാതെ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അതൊക്കെ വിടച്ചാ, അതൊക്കെ പോയ കാര്യമല്ലേ, അതൊക്കെ സംഘടിപ്പിച്ചു. അല്ല, അതെവിടെ നിന്നാണ് മോൻ സംഘടിപ്പിച്ചത് എന്നാ ഞാൻ ചോദിച്ചത്. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതൊന്നും ഇപ്പം അച്ഛന് അറിയേണ്ട കാര്യമില്ല. ഇപ്പം വേണ്ട രീതിയിൽ ചികിത്സ നടത്തി അച്ഛൻ വീട്ടിലേക്ക് വന്നില്ലേ? പറയടാ എവിടെന്നാ കാശ് സംഘടിപ്പിച്ചത്, അതെനിക്ക് അറിയണം. എന്നിട്ട് നമ്മുടെ സച്ചി പറയുന്നില്ല കേട്ടോ. ലാസ്റ്റ് നമ്മുടെ രവീന്ദ്രൻ വേറെ ആരോടും അല്ല ചന്ദ്രയോട് ചോദിച്ചു, ചന്ദ്രേ നീ പറ, എവിടെന്നാ ആ കാശ് ഇവർ സംഘടിപ്പിച്ചത്? അപ്പൊ ചന്ദ്ര പറഞ്ഞു, അത് വേറെ എവിടെന്നും അല്ല രവിയേട്ടാ, അത് സച്ചി അവന്റെ കാറ് വിറ്റു. കാറ് വിറ്റെന്നോ? എന്താ സച്ചി ഞാൻ ഈ കേൾക്കുന്നത്? കാറ് എന്താ സച്ചി നീ ചെയ്തത്? അല്ല, അത് നിന്റെ പ്രാണവായു അല്ലായിരുന്നോ? അത് നിന്റെ ജീവനല്ലായിരുന്നോ? എന്തിനാ ഈ കിളവിന് വേണ്ടി നീ അത് വിറ്റത്? എൻ്റെ ആയുസ് അടുക്കാറായത് ഏകദേശം. ഞാനങ്ങ് പോയാലും നിനക്ക് ജീവിക്കണ്ടേടാ ഇവിടെ. അതൊന്നും സാരമില്ല അച്ഛാ, അച്ഛൻ ഇങ്ങനെയൊന്നും സംസാരിക്കാതിരിക്കുക. ഒരു അത്യാവശ്യം വന്നു, കാറ് വിറ്റു, അതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നേ? എടാ, അല്ല, ആ കാറ് നിന്റെ വരുമാന മാർഗമല്ലേ, അതും കൊണ്ടല്ലേ ഇവിടെയുള്ള എല്ലാവരും ജീവിച്ചത്. നിനക്ക് ജോലി ചെയ്യണ്ടേ? അത് പിന്നെ അച്ഛാ, അതിന് വാടകക്കാരുണ്ടല്ലോ, അത് മതി, ജീവിച്ചു പോകാനുള്ള വരുമാനം അതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ, അതൊക്കെ കൊണ്ട് ഈ സച്ചി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ രവീന്ദ്രൻ അങ്ങ് സങ്കടമായി കേട്ടോ. എന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു, സ്വന്തം കാർ ഓടിക്കുന്ന പോലെയാണോടാ വാടകക്കാർ ഓടിക്കുന്നത്? സ്വന്തം കാർ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്കൊരു അഭിമാനമല്ലേടാ? വേണ്ടിയിരുന്നില്ല, അത് നിന്റെ ജീവനും ജീവന്റെ വായു ഒക്കെ ആയിരുന്നെന്ന് എനിക്കറിയാം.
അത് വേണ്ടായിരുന്നു. പോ അച്ഛാ, എനിക്ക് അതിനേക്കാൾ ജീവനാ ഈ ഇരിക്കുന്ന എൻ്റെ അച്ഛൻ കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ എനിക്ക്. അച്ഛനില്ലാതെ ഇവിടെ ഞാൻ ഉണ്ടാവുമോ? ഈ സമൂഹത്തിൽ അച്ഛനില്ലാതെ ഞാൻ ജീവിക്കുമോ? ഒരിക്കലും ഇല്ല. അച്ഛനില്ലാതെ കാറുണ്ടായിട്ട് എന്താ കാര്യം, വീടുണ്ടായിട്ട് എന്താ കാര്യം? ഹേയ്, അച്ഛൻ ഇനി അതൊന്നും ഓർത്ത് സങ്കടപ്പെടരുത്. ദേ, എന്നെയും വിഷമിപ്പിക്കരുത് കേട്ടോ. അച്ഛനെ മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കാനുള്ളതാ. അതെ, ശ്രുതി പോയി വെള്ളം എടുത്തോണ്ട് വരുമോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഞാൻ വെള്ളം എടുക്കാൻ പോവാന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോയി. അതിനിടയിൽ നമ്മുടെ സച്ചിയോട് പറഞ്ഞു, അതെ, അത്രയും കാശ് വേണമായിരുന്നെങ്കിൽ നിനക്ക് ആ ഓപ്പറേഷൻ നടത്തണ്ടായിരുന്നു. അത് സാരമില്ലായിരുന്നു. ദേ, അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലെന്ന് ഞാൻ പറഞ്ഞു. വേണ്ട സമയത്ത് അത് നടത്തിയോണ്ടല്ലേ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ അച്ഛൻ ഞങ്ങളുടെ കൂടെ കാണുമായിരുന്നോ? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത്. അച്ഛനേക്കാളും വലുത് ഈ ലോകത്ത് എനിക്കൊന്നുമില്ല. എൻ്റെ അച്ഛനെയാ എനിക്ക് ഏറ്റവും വലുത്. പണം അതൊക്കെ എവിടെയാണ് നിൽക്കുന്നത്? അതിനേക്കാൾ എത്രയോ മുകളിൽ എൻ്റെ അച്ഛനില്ലെങ്കിലേ എനിക്ക് ശ്വാസം വിടാൻ പറ്റുമോ? എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? അതുമല്ല, ഞാൻ ആ കൈ പിടിച്ചല്ലേ ഓടിക്കളിച്ച് വളർന്നത്. ആ കൈ എപ്പോഴും എന്നോട് ചേർന്നിരിക്കണം. ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ വേണം. പിന്നെ അച്ഛനെ പോലെ ഒരു അച്ഛനുണ്ടല്ലോ, ഒരിക്കലും വേറെ ഉണ്ടാവില്ല. എനിക്കതറിയാം. പിന്നെ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. കാറ് അതൊക്കെ പിന്നെ നമുക്ക് മേടിക്കാമല്ലോ. പക്ഷെ എൻ്റെ അച്ഛന് നഷ്ടപ്പെട്ട എനിക്ക് തിരിച്ചു മേടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ടേ അച്ഛനൊരു കാര്യം ചെയ്യുക. ആ കാര്യം ഒരിക്കലും ഇനി ഇവിടെ സംസാരിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, പിന്നെ കാറ് വിറ്റ കാശ് അത് തികഞ്ഞില്ല. പിന്നെ എൻ്റെ ആഭരണങ്ങളും ശ്രുതിയുടെ ആഭരണവും ഒക്കെ വിറ്റിട്ടാ ബാക്കി കാശ് സംഘടിപ്പിച്ചത് എന്നിങ്ങനെ പറഞ്ഞു. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് രവീന്ദ്രൻ്റെ എന്തോ ആയിപ്പോയി. ചന്ദ്രയ്ക്ക് അത് പറയേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ, ആഭരണങ്ങളൊക്കെ വീട്ടിൽ ഊരി വെച്ചു എന്നപ്പം നീ എന്നോട് കള്ളമല്ലേ പറഞ്ഞത്? എനിക്കിപ്പം മനസ്സിലായി. കാറ് വിറ്റു, സ്വർണം പണയം വെച്ചു. ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. നമ്മുടെ വീടിന്റെ ആധാരം ഇരിക്കുകയല്ലേ, അത് പണയം വെച്ച് കാശെടുക്കായിരുന്നില്ലേ? അത് പോരായിരുന്നോ? ആധാരം സൂക്ഷിക്കാൻ വേണ്ടി ആരുടെ കയ്യിലാണ് കൊടുത്തത്? അത് രേവതിയുടെ കയ്യിലല്ലായിരുന്നോ? കിട്ടിയ ചാൻസിലെ അവൾ അതും എടുത്തോണ്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞു. ഓടിപ്പോകാനോ? ആരോടിപ്പോയിന്ന്? ഞാൻ കള്ളം പറഞ്ഞൊന്നുമല്ല, ഞാൻ സത്യം പറഞ്ഞത്. ഇവനോട് ചോദിക്കേ, ഇവ സത്യം പറയുന്നു പറഞ്ഞു. അപ്പം സച്ചി പറഞ്ഞു, അച്ഛ, ഇവിടെ പ്രമാണം കാണുന്നില്ല. എവിടെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മുറി മൊത്തം അരിച്ചു പെറുക്കി, അവിടെയൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എന്താ നീ പറഞ്ഞത്? രേവതി പ്രമാണം എടുത്തോണ്ട് പോയെന്നോ? പ്രമാണം രേവതി കൊണ്ടുപോയത് തന്നെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അവൾ ഒറ്റയൊരുത്തിയായി ഈ വീട് മുടിച്ചത്. ശ്രീകാന്തിന്റെ വിവാഹം നടത്തിക്കൊടുത്തു. ഇപ്പൊ എന്തൊക്കെയാ അവള് കാരണം സംഭവിച്ചത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നിനക്ക് എപ്പോഴും രേവതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണമല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, അമ്മ പറഞ്ഞത് ശരിയാ. രേവതി ഈ വീട്ടിൽ നിന്ന് ആധാരം കൊണ്ടുപോയിട്ടുണ്ട്, അതെനിക്കറിയാം. അല്ലേ പിന്നെ അത് ഇവിടെ കാണേണ്ടതല്ലേ? മോനെ സച്ചി, രേവതിയെ നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത്. ആ പ്രമാണം എവിടെയാണെന്നറിയാമോ? അത് എൻ്റെ കയ്യിലാ ഉള്ളത്. ചന്ദ്രേ, അത് നമ്മുടെ ഷെൽഫിനകത്തായിരിക്കുന്നത്. അച്ഛൻ എന്താ പറയുന്നത്? അച്ഛൻ്റെ അടുത്താണെന്നോ? അതെ, അതെൻ്റെ അടുത്താ. ഞാൻ പ്രമാണം സൂക്ഷിച്ചാൽ അവളെ ഏൽപ്പിച്ചില്ലേ? അവള് അതെനിക്ക് തിരികെ തന്നിരുന്നു. അത് എൻ്റെ കയ്യിലാണ് ഇരിക്കേണ്ടതെന്നും ഒരിക്കലും അത് പിടിക്കുവാനുള്ള അർഹത രേവതിക്കില്ല എന്നും അവൾ എന്നോട് പറഞ്ഞിട്ടാ അവൾ എൻ്റെ കയ്യിൽ തന്നത്. ഞാനൊരു കാര്യം പറയാം സച്ചി, ഇതുവരെ സച്ചി നീ അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ ചന്ദ്രേ, നീ നിന്റെ മരുമകളെ ഒരു തെറ്റുകാരിയായിട്ട്, അല്ലെങ്കിൽ നീ നിന്റെ മരുമകളെ ഈ വീട്ടിലൊരു മരുമകളായിട്ടൊന്നും അംഗീകരിച്ചിട്ടില്ല. പക്ഷെ അവളുടെ നല്ല മനസ്സ് കാണാതെ പോകരുത് ചന്ദ്രേ, നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ വലിയ തെറ്റാ. ചന്ദ്രേ, നമ്മുടെ മുറിയുടെ ഷെൽഫിൽ ആധാരം ഇരിപ്പുണ്ട്. നിനക്ക് സംശയമുണ്ട ഒരു കാര്യം ചെയ്യ്, നീ പോയി നോക്കാൻ പറഞ്ഞു. ഏതായാലും നോക്കേണ്ട കാര്യമില്ലല്ലോ, ചന്ദ്രയ്ക്ക് അറിയാലോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല ഇനിയും ആർക്കും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ അതാ പറഞ്ഞത് പോയി നോക്കാനെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, സച്ചി പറഞ്ഞു, വേണ്ട കാണുമൊന്നും വേണ്ട, അച്ഛൻ പറയുന്നത് എനിക്ക് വിശ്വാസമാണ് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ചുമ ഇങ്ങനെ വന്നു കേട്ടോ. ചുമ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ അച്ഛാ പറ്റിയത്? അച്ഛൻ എണീക്കണ്ട, അച്ഛൻ അവിടെ ഇരിക്കുക. ഇല്ലില്ല, അതെ, നിങ്ങളെല്ലാവരും കാണണം, നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന് പറഞ്ഞ് ആ ഒരു പ്രമാണം എടുക്കാൻ വേണ്ടി നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോവുക. അങ്ങനെ ഷെൽഫ് തുറന്ന് ആ പ്രമാണം എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രമാണം
ഇത് കൊണ്ടുപോയി പണയപ്പെടുത്തിയിട്ട് നിന്റെ കാറ് തിരിച്ചു മേടിക്കുക. ഏയ് വേണ്ട അച്ഛാ, അതിൻ്റെ ഒന്നും കാര്യമില്ല, അത് വിറ്റുപോയി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ വാടക കാർ ഓടിച്ചോളാം. മോനെ, വേറൊരു കാർ മേടിക്കാലോ, ഒരു പുതിയ കാർ മേടിക്കാലോ, ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അല്ല രേവതി എന്തിയെ, രേവതിനെ കണ്ടില്ലല്ലോ. അവൾ എവിടെയെങ്കിലും പോട്ടെ, ഇപ്പം എന്തിനാ അവളെ അന്വേഷിക്കുന്നത്, ഇപ്പം അവളെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അച്ഛനെ ഒരു കാര്യം ചെയ്യുക, മെഡിസിൻ കഴിക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി മെഡിസിൻ എടുത്തു കൊടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് മെഡിസിൻ കൊടുത്തിട്ട് അച്ഛാ ഇത് കഴിക്കാൻ പറഞ്ഞു. അപ്പം നമ്മുടെ രവീന്ദ്രൻ എനിക്ക് വേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് നേരെ കട്ടിലേ പോയിരുന്നു. അപ്പോൾ സച്ചി, അച്ഛാ ഇത് കഴിക്കച്ച, അച്ഛ ഇതിനെ കഴിക്കാത്തത്, അത് അവിടെ എവിടെയെങ്കിലും വെച്ച് ഞാൻ കഴിച്ചോളാം. അത് പിന്നെ ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടത് രവിയേട്ടാ, ഇത് കഴിക്ക്. അതൊക്കെ എനിക്കറിയാം. രേവതി എവിടെയാണെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ലല്ലോ. രേവതി എവിടെയാ, രേവതി എന്തിയേ എന്നൊന്നും കൂടെ ചോദിച്ചു. ഒന്നും കൂടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അവളിവിടെ ഇല്ല അച്ഛാ, അവളുടെ വീട്ടിലാ. അവളുടെ വീട്ടിലോ? അവളുടെ വീട്ടിൽ എന്തിനാ പോയത്? അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു, രവിയേട്ട എന്തിനാ അവളെക്കുറിച്ച് അന്വേഷിക്കുന്നത്, നിങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവളല്ലേ, നിങ്ങളെക്കുറിച്ച് അവൾക്ക് ഒരു വിചാരമില്ല, പിന്നെ എന്തിനാ, നിങ്ങൾക്ക് എന്തിനാ അവളെ വിചാരിച്ചുകൊണ്ട് നടക്കണം, അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അവളുടെ വീട്ടിലേക്ക് പോയി, അതൊക്കെ വിട്ടേരെ, അതൊന്നും ഇനിയിപ്പോൾ നോക്കേണ്ട കാര്യമില്ല. രവിയേട്ടൻ ഒരു കാര്യം ചെയ്യുക, അതെടുത്ത് ഗുളിക എടുത്ത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ അവൾക്ക് എന്നെക്കുറിച്ച് വിചാരമില്ലാന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. രേവതി എന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അപ്പോൾ സച്ചി ചോദിച്ചു, രേവതി ഹോസ്പിറ്റലിൽ വന്നെന്നോ? അച്ഛൻ എന്താ ഈ പറയുന്നത്? അവളെ ഞാൻ കണ്ടില്ലല്ലോ. അവളെ കാണില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി പറഞ്ഞു, അത് അവൾ വന്നിരുന്നു സച്ചി, ഞങ്ങൾ അച്ഛനെ കാണാൻ അവളെ സമ്മതിച്ചില്ല, അവളെ ഞങ്ങൾ ഓടിച്ച് അവിടെ നിന്ന് വിട്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഓടിച്ച് വിട്ടു, പക്ഷേ ഉണ്ടല്ലോ അവള് എന്നെ കാണാൻ വേണ്ടി ആരും കാണാതെ എൻ്റെ അടുത്ത് വന്നു. ഈ ചരട് കണ്ടോ, ഈ ചരടേ എൻ്റെ കയ്യിൽ കെട്ടിയത് രേവതിയാന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി, രേവതിയോ, അതെപ്പോഴാച്ചാ എന്ന് ചോദിച്ചു. അപ്പോൾ ചന്ദ്ര ചോദിച്ചു, നിങ്ങളെ കാണാൻ വന്നതോ, നിങ്ങൾ എന്ത് പൊട്ടത്തരവും ഈ പറയുന്നത്? ഞാൻ സത്യം പറയുന്നത്, ഞാൻ ഒരു പൊട്ടത്തരവുമല്ല പറയുന്നത്. ഈ ചരടെ എൻ്റെ കയ്യിൽ കെട്ടിയിട്ട് ആരും കാണാതെ അവൾ പോകുക ചെയ്തത്. ഞാൻ ചെറിയൊരു മയക്കത്തിലായിരുന്നു, പക്ഷേ ഞാനിത് അറിഞ്ഞില്ല. എന്നോട് ഈ കാര്യം പറഞ്ഞത് ആരാണെന്നോ? അശോകന. അവൾക്ക് എന്നെക്കുറിച്ച് വിചാരമുണ്ട്. അവളുടെ അച്ഛനെ സ്നേഹിച്ച പോലെ തന്നെ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതെനിക്കറിയാം. അപ്പൊ ചന്ദ്ര പറഞ്ഞു, പിന്നെ ഒരു സ്നേഹം, അതൊക്കെ അവളുടെ ഒന്നാം തരം നല്ല അഭിനയമാണ്. അപ്പം സച്ചി പറഞ്ഞു, അച്ഛൻ എന്ത് പറഞ്ഞാലും അവൾ ചെയ്ത തെറ്റല്ലാതാവില്ലല്ലോ, അവളുടെ കാര്യം വിട്. അച്ഛനൊരു കാര്യം ചെയ്തേ, ഈ ഗുളിക കഴിക്ക്. ഞാൻ ഗുളികയൊക്കെ കഴിക്കാം മോനെ, പക്ഷേ രേവതി ഈ വീട്ടിൽ വരണം, ഈ വീട്ടിൽ രേവതി ഉണ്ടായിരിക്കണം, അല്ലാതെ എനിക്ക് മെഡിസിനും ആഹാരവും ഒന്നും വേണ്ട. അവള് വരാതെ ഒരു തുള്ളി വെള്ളം ഞാൻ എൻ്റെ തൊണ്ടയിൽ നിറക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ നിരാഹാരം കിടക്കുകയാണ്. അപ്പൊ ചന്ദ്ര ചോദിച്ചു, എന്താ രവിയേട്ട ഈ പറയുന്നത്? അവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വരേണ്ടത്? ഈ വീട്ടിൽ കഷ്ടകാലം കൊണ്ടുവന്നത് അവളാ, അതും കൂടെ അവൾ പോയതോടെ അത് പോയി കിട്ടി. ഇനി അവളെ തിരിച്ചു വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര, അവള് പോയതോടെയാ എനിക്ക് കഷ്ടകാലം തുടങ്ങിയതും ഞാൻ ഈ അവസ്ഥയിലായതും. അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സച്ചി കള്ളും കുടിക്കില്ലായിരുന്നു. ശ്രീകാന്തിന്റെ കാര്യത്തിൽ നടന്നത് എന്താണെന്ന് എനിക്ക് കുറച്ചൊക്കെ അറിയാം. അത് എന്നോട് അശോകൻ വ്യക്തമായിട്ട് പറഞ്ഞതാ. അശോകൻ അതെല്ലാം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. രേവതി അവള് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അശോകൻ അങ്ങനെ പലതും പറയും. അയാളെ കൂട്ടുപിടിച്ചിട്ടേ നിങ്ങളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി അവള് നോക്കിയത്. ഇനിയിപ്പോൾ അവൾ ഈ വീട്ടിൽ വരണ്ട. രവിയേട്ടാ, ഞങ്ങൾ പറയുന്ന കേക്ക്, മെഡിസിൻ കഴിക്കുക. ഇല്ലില്ലില്ല, രേവതി ഇവിടെ വരണം, അവളെ എനിക്ക് കാണണം, ആരെതിർത്താലും എന്ന് പറഞ്ഞു. ഏതായാലും ഇങ്ങനെ സൗണ്ടി പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ചുമയ്ക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ചുമച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും സച്ചി എന്നിട്ട്, അച്ഛാ ഇത് എന്താ അച്ഛാ കാണിക്കുന്നു, ഒച്ചയ്ക്ക് സംസാരിക്കണ്ട അച്ഛാ, സമയത്തിന് മെഡിസിൻ കഴിച്ചില്ലെങ്കിൽ വീണ്ടും നെഞ്ചുവേദന വരില്ലേ അച്ഛാ, ഇത് എന്താ അച്ഛാ, മെഡിസിൻ കഴിക്കച്ചാ പ്ലീസ് അച്ഛാ, അല്ലെങ്കിൽ പ്രശ്നമാവും അച്ഛാ എന്ന് പറയുമ്പോൾ, വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ, രേവതി വരട്ടെ, രേവതി വന്നിട്ട് ഞാൻ മെഡിസിൻ കഴിക്കാം. ചെല്ല് നീയേ പോയി അവളെ കൂട്ടിക്കൊണ്ട് പോകാം ആദ്യം, അതാ നീ ചെയ്യേണ്ടത്. അച്ഛാ എന്താ അച്ഛാ വാശി കളയ അച്ഛൻ ഈ മെഡിസിൻ കഴിക്കേ. ഞാൻ മെഡിസിൻ കഴിക്കാന്ന് പറഞ്ഞല്ലോ, രേവതിനെ കൂട്ടിയിട്ട് വാ, ഞാൻ കഴിക്കാം. എന്താ അച്ഛാ ഇങ്ങനെ, എന്താ അച്ഛാ, ഞാൻ പിന്നീട് അവളെ കൂട്ടിക്കൊണ്ട് വരാം. ഞാൻ എന്താ ചെറിയ കുട്ടിയാ കള്ളം പറഞ്ഞ് മരുന്നും ഭക്ഷണമൊക്കെ തരാനായിട്ട്? മോനെ സച്ചി, എന്നെ പഠിപ്പിക്കരുതേ. നീയേ ആദ്യം അവളെ കൂട്ടിക്കൊണ്ട് വാ, അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തൊണ്ടേന്ന് കുറച്ച് വെള്ളം പോലും താഴേക്ക് ഇറങ്ങില്ല. നീ ഇപ്പൊ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വരണം.
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി ആകെ പെട്ടുപോയില്ലേ. പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ രേവതീനെ വിളിക്കാൻ? ആ ഒരവസ്ഥയായി പോയി. ഈ സമയത്ത് നമ്മുടെ രേവതീനെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ രേവതി ലക്ഷ്മിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാനും ഇന്ന് പൂക്കട വരുന്നുണ്ട് അമ്മയെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, ഹേ അതൊന്നും വേണ്ട അമ്മ, ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുവല്ലേ, അതുകൊണ്ടാ ഞാൻ പൂക്കടയിലേക്ക് വരുന്നത്. മോളെ അതാ പറഞ്ഞത്, നീ വെറുതെ ഇരിക്കണ്ട, നീ നിന്റെ വീട്ടിൽ പോ. അപ്പൊ ഇതെന്റെ വീടല്ലേ? ഇത് നിന്റെ വീടൊക്കെ തന്നെയാ, കല്യാണം കഴിഞ്ഞാലേ ഭർത്താവിന്റെ വീടാ, പെണ്ണിന്റെ സ്വന്തം വീട്. അത് നീ മനസ്സിലാക്കുക, നീ അവിടെയാ കഴിയേണ്ടത്, അല്ലാതെ ഇവിടെയല്ല. അവരവിടെ എന്നെ കേറ്റുന്നില്ലല്ലോ അമ്മേ. നീ നിന്റെ കെട്ടിയവനോട് ചെന്ന് സംസാരിക്കും, കരഞ്ഞ് കാല് പിടിക്കുക. പിന്നെ അദ്ദേഹത്തിന്റെ വായിൽ ഇരിക്കുന്നത് വീണ്ടും ഞാൻ കേൾക്കണമല്ലേ? എന്നെ സച്ചിയേട്ടൻ വഴക്ക് പറയുമ്പം അമ്മയ്ക്ക് എന്തെങ്കിലും സമാധാനമോ സന്തോഷമോ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞു മോളെ, നീ അവന്റെ മനസ്സ് മാറ്റാൻ നോക്കുക, അതല്ലേ ചെയ്യേണ്ടത്. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പോവില്ല. അപ്പം ദേവ് പറഞ്ഞു, അല്ല ഞാൻ സച്ചിയേട്ടനോട് സംസാരിക്കണോ? ഞാനാ തെറ്റ് ചെയ്തതെന്ന് ഞാൻ സച്ചിയേട്ടനോട് പറയാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ അവിടെ? നീ ചെയ്തതും പറഞ്ഞതൊക്കെ പോരെ, എൻ്റെ പൊന്നു ദേവു അവിടെയെങ്ങാനും ഇരിക്കാൻ നോക്കാൻ പറഞ്ഞു. ഏതായാലും ദേവു അപ്പം പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പം ലക്ഷ്മി പറഞ്ഞു, മോളെ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക. അയൽക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, രേവതി എന്താ ഇവിടെ വന്ന് താമസിക്കുന്നത് എന്നൊക്കെ, വഴക്ക് കൂടിയിട്ടാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ എന്ത് മറുപടിയാ മോളെ പറയേണ്ടത്? അപ്പം അയൽവക്കക്കാർ പറയുന്നത് കൊണ്ടാണോ അമ്മ എന്നെ ഇവിടുന്ന് തള്ളിവിടാൻ നോക്കുന്നത്? നീ എന്താടി ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? നിനക്കെന്താ ഒന്നും അറിയാത്തത്? നമ്മുടെ അറിവോടെ അല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ശ്രീകാന്ത് അവന്റെ പെണ്ണിനോടൊപ്പം സുഖമായിട്ട് കഴിയുക. നീയും സച്ചിയും പിരിഞ്ഞിരിക്കുന്നത് എന്തിനാ? അതിന്റെ കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യണം, നീ പോയേ പറ്റൂ. അല്ല, രവിയേട്ടനെ ഡിസ്ചാർജ് ചെയ്തോ? അത് നിനക്കറിയാമോ? അത് പിന്നെ എനിക്കറിയില്ലമ്മേ. അച്ഛൻ്റെ ഓപ്പറേഷൻ ചെയ്തപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നതല്ലേ. മോളെ ഡിസ്ചാർജ് ചെയ്തിട്ട് വരുമ്പോൾ മോൾ അവിടെ ഉണ്ടാകണം, അദ്ദേഹത്തെ നന്നായിട്ട് നോക്കണം, കൃത്യസമയത്ത് മരുന്നും ഭക്ഷണവും ഒക്കെ കൊടുക്കണം. അത് മോളുടെ കടമയാ മോളെ, മോൾ അത് ചെയ്യണം. അച്ഛൻ്റെ കൂടെ ഉണ്ടാകണം, നോക്കണം എന്നൊക്കെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ അമ്മ എനിക്ക്? പക്ഷേ അവര് എന്നെ ഒന്ന് കാണാൻ പോലും വിടുന്നില്ലല്ലോ എൻ്റെ അച്ഛനെ. വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഒക്കെ ആട്ടി ഓടിച്ച് വിട്ടില്ലേ എന്നെ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മേ? എല്ലാവരുടെയും മുമ്പിൽ പോയി തല കുനിച്ച് നിൽക്കണോ? എല്ലാവരുടെയും ചവിട്ടി ഞാൻ കൊള്ളണോ? ഞാൻ അവിടെ ചെന്നാൽ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ചിലപ്പോൾ അത് അച്ഛന് വലിയ വിഷമം ഉണ്ടാവും. എന്തിനാ ഞാൻ വെറുതെ പോകുന്നത്? അപ്പം നീ ഇവിടുന്ന് പോകുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ അമ്മേ, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ പോകുന്നില്ല. സച്ചേട്ടൻ വന്ന് വിളിച്ചാൽ ഞാൻ കൂടെ പോകും, അല്ലാതെ ഞാൻ പോവില്ല എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സച്ചേട്ടൻ വേറൊന്നും അല്ല പറയേണ്ടത്, രേവതി ഞാനൊന്നും ചെയ്തിട്ടില്ല, അല്ല നീ ഒന്നും ചെയ്തിട്ടില്ല, നീ എൻ്റെ വീട്ടിലേക്ക് വരണം, തെറ്റെല്ലാം ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ പറയാതെ നമ്മുടെ രേവതി പോവില്ലെന്നാണ് രേവതി പറയുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് ശരത്ത് പറയുന്നത്, അല്ല അപ്പോൾ വയസ്സായാലും ചേച്ചി ഇവിടെ നിന്ന് പോകില്ലെന്നാണ് തോന്നുന്നത്, കാരണം സച്ചേട്ടൻ വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, നീ അങ്ങനെയൊന്നും പറയാതെടാ എന്ന് പറഞ്ഞു. അപ്പം ദേവും പറഞ്ഞു, അടുത്തൊന്നും സച്ചിയേട്ടൻ വരാൻ ചാൻസ് ഇല്ല, ഒരു കാര്യം ചെയ്യേ, ചേച്ചി ഫോൺ വിളിച്ച് സംസാരിച്ചിട്ട് മനസ്സ് മാറ്റിയെടുക്കാൻ നോക്ക്. ഞാൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് സംസാരിക്കണമെന്നോ? ഇല്ലില്ല, ഞാനതൊന്നും വിളിക്കത്തില്ല. ഞാനൊരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം ഞാനൊന്നും വിളിക്കത്തില്ല. ഒരു ദിവസം തന്നെ കാണാൻ വരും, ഞാനപ്പോൾ പൊക്കോളാം. അപ്പം ഞാൻ പറയുന്നത് നീ കേൾക്കില്ലല്ലേ മോളെ? ഇപ്പം ഞാൻ പറയുന്നത് അമ്മ കേട്ടാൽ മതി. അമ്മ പെട്ടെന്ന് മാല കെട്ടാൻ നോക്ക്, എന്നിട്ട് അമ്മയെ പൂക്കടയിലേക്ക് പോകും. ഞാൻ പൂക്കടയിലേക്ക് വരണ്ടെങ്കിൽ ഓക്കെ, വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി വെളിയിൽ വരുന്നത് കേട്ടോ. സച്ചി വെളിയിൽ വന്ന് പകുതി മുക്കാലോളം കേൾക്കുകയും ചെയ്തേ. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ശരത്ത് നോക്കിയപ്പോഴത്തേക്കും ദേ സച്ചി നിൽക്കുന്നു. അപ്പം ശരത്ത്, അയ്യോ ദേ സച്ചിയേട്ടൻ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രേവതി പോകാൻ തുടങ്ങി. രേവതി പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കേട്ടോ. ലക്ഷ്മിക്കും രേവതിക്കും അതുപോലെ ദേവുവിനൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മുടെ സച്ചി അവിടെ വന്ന് നിൽക്കുന്നതെന്ന്. സത്യം പറഞ്ഞ് ഞുള്ളി നോക്കാൻ വരെ തോന്നുന്നുണ്ട്. സച്ചി അങ്ങനെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. നമ്മുടെ രേവതി അന്തം വിട്ട് നോക്കുക. അപ്പൊ ലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞു, മോനെ അവിടെ നിൽക്കാതെ കയറി വാ മോനെ, ഇരിക്ക്. അത് പിന്നെ ഇരിക്കുന്നില്ലമ്മേ, ഞാൻ ഇരിക്കാനൊന്നും വന്നതല്ല. അല്ല പിന്നെ മോനിവിടെ ഇരിക്കും മോനെ, രേവതി നീ കാണുന്നില്ലേ, അതേ സച്ചി വന്നു എന്നിങ്ങനെ പറഞ്ഞു. രേവതി അവിടെ നിന്ന് അനങ്ങാതെ രേവതി അവിടെ തന്നെ ഇരിക്കാൻ കേട്ടോ. അപ്പം ലക്ഷ്മി ചോദിച്ചു, അല്ല മോനെ അച്ഛൻ എങ്ങനെയുണ്ട്? അച്ഛനെ മോൻ വീട്ടിലേക്ക് കൊണ്ടുവന്നോ? അച്ഛനിപ്പം കുഴപ്പമില്ല, അച്ഛന് കുറവുണ്ട്, അച്ഛൻ വീട്ടിലേക്ക് വന്നു. ആണോ? ഒരു ദിവസം അങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ ഓർത്ത് ഇരിക്കുമായിരുന്നു. അസുഖം പെട്ടെന്ന് തന്നെ പൂർണ്ണമായിട്ട് തന്നെ സുഖപ്പെടും മോനെ. ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് മോൻ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം പെട്ടെന്ന് തന്നെ മാറുമെന്ന് പറഞ്ഞു. നമ്മുടെ രേവതി സച്ചിനെ കണ്ടിട്ട് അവിടെ നിന്ന് എണീക്കുന്ന പോലും ഇല്ല, പൂ കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ സച്ചി ഇങ്ങനെ രൂക്ഷമായിട്ട് രേവതിനെ തന്നെ നോക്കുന്നുണ്ട്. ഏതായാലും രേവതി പൂ കെട്ടുന്നു, സച്ചി രേവതിനെ നോക്കുന്നു. ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.